കേൾക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാനൊന്ന് പിൻ ചെയ്യട്ടെ കേട്ടോ, ഒരു കമന്റ് പിൻ ചെയ്യട്ടെ. എന്തൊക്കെ അവിടെ വിശേഷങ്ങൾ? കാലുവേദനയൊക്കെ എങ്ങനെ? പിന്നെ ആദ്യം വീട്ടിൽ പോണം. ഓക്കെ ഓക്കെ ഓക്കെ, പിൻ ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി, ഞാൻ വീട്ടിലേക്കുള്ള ഡ്രൈവിലാണ്. വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? വീട്ടിലോട്ട് പോണെന്നാണോ അതോ വൈഫ് ഹൗസിൽ പോണെന്നാണോ? എന്താ ഉദ്ദേശിച്ചേ? അല്ലല്ല, ഓഫീസിൽ നിന്ന്. ഞാൻ ആക്ച്വലി അതാ ഞാൻ വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പൊ എനിക്ക് ഫീൽഡ് വർക്ക് ഉണ്ട്. ഫീൽഡ് വർക്ക് ഡോക്ടേഴ്സിനെ കാണാനായിട്ട്, സർജറിക്ക് കയറണം, അങ്ങനെ അത് ശരി ശരി, ഓക്കെ, അതാ പറഞ്ഞതല്ലേ. നമുക്ക് വേറെ പേപ്പർ വർക്കിലും കാര്യങ്ങളൊക്കെയാണ് അത്. പിന്നെ എല്ലാം കഴിഞ്ഞ് വീട് പിടിക്കുമ്പോൾ ഒത്തിരി ലേറ്റാവും. ഓക്കെ ഓക്കെ, അതാണ് പറഞ്ഞത്. ഓക്കെ, എനിക്കൊരു കൺഫ്യൂഷനായി, എന്താന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്, അതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ അസ പിന്നെ ഇവിടെ വേറെ ഉണ്ടോ? അസ നമ്മുടെ ഗസ്റ്റിനെ പരിചയമുണ്ടോ? ഇവിടെ കുറച്ചു മുന്നേ വരെ ആളുകളുണ്ടായിരുന്നു, ഇപ്പൊ ആളുകളൊന്നും കാണാനില്ലല്ലോ ഫൈസൽ. എനിക്ക് കമന്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് കമന്റ് അതെന്ത് വെച്ചാവല്ലേ? അറിയില്ല, കാണാൻ പറ്റുന്നില്ല. ഇതിൽ പക്ഷെ ഇപ്പൊ കട്ടായി പോയി വന്നതിന് ശേഷം ആളുകളെയൊന്നും കാണുന്നില്ല ഫൈസൽ. 3 പേരെ മാത്രമേ മുകളിൽ കാണുന്നുള്ളൂ. രാഖി ഇവിടെ ഉണ്ടോ? രാഖി ഇവിടെ ഉണ്ടോ? കുറുമ്പി പോയിട്ടുണ്ടാവും. രാഖി ഇവിടെ ഉണ്ടോ? രാഖി സൽത്താൻ ഉണ്ടോ? ഒന്ന് കമന്റ് ഇട്ടേക്കണേ. എവിടെ പോയി ആരെയും കാണാനില്ല. ഞാൻ മുമ്പേ വിളിച്ചപ്പോ ഞാൻ ആളുകൾ ഉണ്ടായിരുന്നോണ്ടാ ധൈര്യമായിട്ട് വിളിച്ചേ. വായോ കേറുന്നോ ചോദിച്ചേ. ആളുകൾ ഉണ്ടെങ്കിൽ പ്രശ്നമല്ലേ? അതെ, ഇത് ഞാൻ ആദ്യമായിട്ട് നിത്യയുടെ ലൈവില് പോയപ്പോ, നമ്മുടെ നിത്യയുടെ ലൈവില് നിത്യ പറഞ്ഞു ആരും കയറാനില്ല ടൂറില്, വായോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നിത്യയുടെ ലൈവ് കയറുന്നവരെ നിത്യ പറഞ്ഞ് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. കയറി കഴിഞ്ഞ് നിത്യ പറഞ്ഞ പാട്ട് ഞാൻ പാടാൻ എനിക്ക് അധികം സത്യമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരാളിന്റെ ഉപദ്രവിച്ചിട്ട് ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അത് എന്നെ ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വായോ എന്ന് പറഞ്ഞ് ഭയങ്കര അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കയറി. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഇത് പറഞ്ഞിട്ട് നിത്യ പറഞ്ഞപ്പോഴത്തേക്ക് ലിജിപ്പങ്ങൾ വിളിക്കാൻ ലിജിപ്പങ്ങൾ പറഞ്ഞു അങ്ങനെയാണ്. ആ പാട്ടൊന്നും എന്താ പറയാ, എനിക്കൊരു 2-3 വരി കൂടുതൽ പാടാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ബ്രീതിങ് പ്രശ്നമുണ്ട്, എനിക്ക് ശ്വാസം കുറവാണ്. കുറച്ച് ഈ അങ്ങനെ ഇതുകൊണ്ട് മാക്സിമം ഒരു 3 ഡേയ്സ് പറ്റും. ഇവിടെ ഇപ്പൊ എല്ലാരും വന്നു. അനുപമം വന്നു, ഫൈസൽ അല്ലേ ചോദിക്കുന്നുണ്ട്, അച്ചു എന്ന് വിളിക്കുന്നുണ്ട്, ലൈക്ക് പറയുന്നുണ്ട്, തിരുമേനി വന്നു. പാടാൻ കയറിയാണോ ചോദിക്കുന്നുണ്ട്. അതെ, പാടാൻ ഞാൻ കേറ്റിയതാ. അനു തിരുമേനി വിളിക്കുന്നുണ്ട്, ലിജിക്കുട്ടി വിളിക്കുന്നുണ്ട്, തിരുമേനി, കുറുമ്പി, ശിവ. തിരുമേനി നമസ്കാരമുണ്ട്. തിരുമേനി എന്താണ് ഇന്ന് കഞ്ഞി തന്നെയാണോ? മിക്കവാറും തിരുമേനി ലൈവിൽ വരുമ്പോ പറയും കഞ്ഞി വെക്കാൻ പോവാന്ന് പറയാം. തിരുമേനി അമ്പലത്തിലാണ്, തിരുമേനി വീട്ടിലെത്തിയിട്ടില്ല. ഫൈസലിന് വിളിക്കുന്നുണ്ട്. എല്ലാരും ഫൈസലിന്റെ പാട്ട് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. തുടങ്ങിയാലോ ഫൈസൽ? നമുക്കൊന്ന് ഫൈസൽ മാറിയത്തേക്ക് പാടുന്നു. എന്താണത്? എന്ത് പാടുന്നാണ് തിരുമേനി? മനസ്സിലായില്ല. ഫൈസലിന് മനസ്സിലായോ? എനിക്ക് ആരുടെയും മെസ്സേജ് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ വായിച്ചത് അങ്ങനെയാണ് എഴുതിയേക്കണേ. ഫൈസൽ മാറിയത്തേക്ക് പാടുന്നു. അതെന്താണ്? പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രശാന്ത് പറയുന്നുണ്ട്. പ്രശാന്ത് സുന്ദരാന്ന് വിളിക്കുന്നുണ്ട്. ആശ്ര ഫൈസൽ രാത്രി പഴമാണ്. രാത്രി ഫുഡ് എന്നും ഫ്രൂട്ട്സ് പഴമാണ് കഴിക്കലധികം. പ്രശാന്ത് ഏട്ടാ ഞാൻ 2K ആയി ഇന്ന് എന്ന് പറഞ്ഞ അനുഭവം. കൺഗ്രാറ്റ്സ്. ഫൈസൽ 2K ആയി കേട്ടോ. അനുപമം. കുരിശു ഒരു ശത്രു സംഹാരമാകാം എന്ന് പ്രശാന്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു പാട്ട് തിരുമേനി പറഞ്ഞ പാട്ടേന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ട് ഫൈസൽ ഒരു പാട്ട് പാടും.